ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെയും ബാബരി മസ്ജിദ് നടപ്പാക്കണം. ഇത് പറഞ്ഞത് മധ്യപ്രദേശിലെ ബജ്രംഗ് ദൾ നേതാവായ ആസാദ് പ്രേം സിംഗ് ആണ്. बहुत सारे विदेशी पादरी है यहाँ पे, उनको भी उनके देश उनका जहाँ गांव उनका देश जहाँ है वहाँ तक भगाने के लिए हमको बुलंद आवाज में बोलना पड़ेगा, देश कमल. മധ്യപ്രദേശിലെ ജാബുവ ഗ്രാമത്തെ ഹിന്ദു ഗ്രാമമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് 2025 ജനുവരി 1 ഇയാൾ ഈ വെല്ലുവിളി നടത്തിയത്. ഇതേ 2025 തന്നെയാണ് നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ച് 2 മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 2025 മാത്രം രാജ്യത്ത് നടന്നത് 1318 വിദ്വേഷ പ്രസംഗങ്ങളാണ്. സ്വതന്ത്ര ഗവേഷക സ്ഥാപനമായ സെന്റർ ഫോർ സ്റ്റഡി ഓഫ് ഹെയ്റ്റിന്റെ ഇന്ത്യ ഹെയ്റ്റ് ലാബ് പ്രൊജക്റ്റാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 98% മുസ്ലിങ്ങൾക്ക് നേരെയുള്ളതാണ്. ലവ് ജിഹാദ്, ഭൂമി ജിഹാദ് തുടങ്ങിയ ആഖ്യാനങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടുവെന്നും ഇന്ത്യ ഹെയ്റ്റ് ലാബ് റിപ്പോർട്ടിൽ പറയുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിദ്വേഷ പ്രചാരണം നടക്കുന്നതെന്നും ഇന്ത്യ ഹെയ്റ്റ് ലാബ് റിപ്പോർട്ട് ചെയ്യുന്നു. ഏറ്റവും അധികം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ രാഷ്ട്രീയ നേതാക്കളുടെ പട്ടികയിൽ ആദ്യ 10 സ്ഥാനങ്ങളിൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉൾപ്പെടുന്നുണ്ട്. വെറുപ്പിനെയും വിദ്വേഷ പ്രചാരണത്തെയും ഹിന്ദുത്വ ദേശീയത പൂർണ്ണമായും അവരുടെ പ്രവർത്തന സംവിധാനത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞെന്ന മുന്നറിയിപ്പാണ് റിപ്പോർട്ട് നൽകുന്നത്. ഇത് ഇന്ത്യയിലെ മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള വിവേചനത്തിനും പതിവായുള്ള ശാരീരിക ആക്രമണങ്ങൾക്കും ഇടയാക്കുന്ന ഗുരുതരമായ സാഹചര്യത്തിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് എന്ന് ഇന്ത്യ ഹെയ്റ്റ് ലാബ് പറയുന്നു.